എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 9-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 62ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ്? 62ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ്? കണ്ണൂർ ജില്ലയാണ്. ഓക്കെ, അപ്പൊ 2ാം സ്ഥാനം ലഭിച്ച ആർക്കാണ്? കോഴിക്കോട് ജില്ലയ്ക്ക്. 3ാം സ്ഥാനം പാലക്കാട് ജില്ലയ്ക്കാണ്. ഇനി വേദി ഏതായിരുന്നു? 62ാമത് സ്കൂൾ കലോത്സവ വേദി കൊല്ലം ജില്ലയാണ്. മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 22 വർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരാണെന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ബ്രിട്ടൻ സന്ദർശിച്ചത് കൊണ്ടാണ് 22 വർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി എന്ന ക്വസ്റ്റ്യൻ വന്നത്. ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ബംഗ്ലാദേശിൽ തുടർച്ചയായി 4-ാം തവണയും വിജയിച്ച് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് ആരാണ്? ഇതും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി അല്ലെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കാം. ആരാണ്? ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശിൽ എത്രാമതാണ്? തുടർച്ചയായി 4-ാം തവണയും പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആരാണ്? ഷെയ്ഖ് ഹസീന. ഓക്കെ, നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയൻകീഴ്. മലയൻകീഴ് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024-ലെ പാസ്പോർട്ട് പവർ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024-ലെ പാസ്പോർട്ട് പവർ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 68-ാമതാണ്. എത്രാമതാണ്? 68-ാമത്. നമുക്ക് നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024-ലെ ഹരിവരാസന പുരസ്കാര ജേതാവ്. 2024-ലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? PK വീരമണിദാസൻ. ആരാണ്? PK വീരമണിദാസൻ. നമുക്ക് നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം, പ്രവാസി ഭാരതീയ ദിവസ് എന്നാണ്. പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9 ആണ്. എന്നാണ്? ജനുവരി 9. ഇനി നമ്മൾ ഈ ജനുവരി തന്നെ 2 സ്പെഷ്യൽ ഡേയ്സ് പഠിച്ചു, നമുക്ക് അതൊന്ന് നോക്കിപ്പോവാം. ദേശീയ പക്ഷി ദിനം എന്നാണ്? ജനുവരി 5. ലോക ബ്രെയിലി ദിനം ജനുവരി 4. അപ്പൊ ജനുവരി 4 എന്താണ്? ലോക ബ്രെയിലി ദിനം. ജനുവരി 5 ദേശീയ പക്ഷി ദിനം. ഇനി ജനുവരി 9 എന്തായിരുന്നു? പ്രവാസി ഭാരതീയ ദിവസ്. മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം, ബ്ലാക്ക് ഹോളുകളെ പറ്റി പഠിക്കുന്നതിനായി ഉപഗ്രഹം വിക്ഷേപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ബ്ലാക്ക് ഹോളുകളെ പറ്റി പഠിക്കുവാനായിട്ട് ഉപഗ്രഹം വിക്ഷേപിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് എക്സ്പോസാറ്റ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദ്യം വരാം, ബ്ലാക്ക് ഹോളുകളെ പറ്റി പഠിക്കുന്നതിനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഏതാണ്? എക്സ്പോസാറ്റ് ആണ്. ഇനി ആദ്യമായി ബ്ലാക്ക് ഹോളുകളെ പറ്റി പഠിക്കുന്നതിന് ഉപഗ്രഹം വിക്ഷേപിച്ച ആരാണ്? അമേരിക്കയാണ്. മറന്നു പോകരുത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ LDC LGS വരുന്ന SI ടെസ്റ്റ് എല്ലാ PSC പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എന്ത് ചെയ്യുക? നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ LDCയുടെ കോഴ്സ് 999 റുപ്പീസിന് 1 ഇയർ വാലിഡിറ്റിയോട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ആരെങ്കിലും പ്രീമിയം എടുക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 9ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച പശ്ചിമ ബംഗാളിലെ തേൻ. 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച പശ്ചിമ ബംഗാളിലെ തേൻ ഏതാണ്? സുന്ദർബൻ ആണ്. ഏതാണ്? സുന്ദർബൻ. ഓർത്തിരിക്കുക. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 10ാമത്തെ ചോദ്യം, 2024 മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? ഈസിയാണ്, അൽവാരോ. ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയൊക്കെ കാണുന്നവരാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫേമസ് പ്ലെയർ ഉണ്ടായിരുന്നു, അൽവാരോ വാസ്കസ്. അൽവാരോയെ ഓർത്താൽ മതി. മഡഗാസ്കറിൽ 2024 വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? അൽവാരോ. മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രീമിയം കോഴ്സ് എല്ലാവരും തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. 999 റുപ്പീസ് ആണ്, ഓഫർ പ്രൈസ് ആണ്. ഈ ഒരു മാസമായിരിക്കും നമ്മുടെ ഓഫർ പ്രൈസ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.